റസൂൽ പൗലോസ് റുമാനിയക്കാർക്ക് എഴുതിയ റിസാലാത്ത് അധ്യായം 10. ഇഖ്വാനീങ്ങളെ, എൻ്റെ കൽബിലെ ആഗ്രഹവും ഇസ്രായേലിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരിക്കുന്നതും ഇസ്രായേലിയർ ഇഖ്ലാസിലാകണം എന്നതാണ്. അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഹമാസത്തുണ്ടെന്ന് ഞാൻ ഷഹാദത്ത് നൽകുന്നു. ആ ഹമാസത്ത് സ്വഹീഹായ മാരിഫത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. കാരണം അള്ളാഹു നീതീകരിക്കുന്നത് എങ്ങനെയെന്ന് അവർ അറിയാതെ അവരുടെ തന്നെ നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ഈമാൻ അർപ്പിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് അൽമസീഹ് ശരീഅത്തിൻ്റെ അവസാനമാകുന്നു. ശരീഅത്തിൻ്റെ നീതിയെക്കുറിച്ച് മൂസ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അത് ചെയ്തവർ അതിനാൽ ഹയാത്തിലാകും. ഈമാൻ മൂലമുള്ള നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: അൽമസീഹിനെ താഴെ കൊണ്ടുവരാൻ ജന്നത്തിലേക്ക് ആര് കയറും? അൽമസീഹിനെ മൗത്താവിൽ നിന്ന് ഉയർപ്പിക്കാൻ ജഹന്നത്തിലേക്ക് ആര് ഇറങ്ങും എന്ന് നീ ഫിക്റാവരുത്. എന്നാൽ പിന്നെ എന്താണ് കിതാബുൽ മുഖദ്ദസിൽ പറയുന്നത്? കലിമ നിന്റെ കരീബിലാണ്, നിന്റെ വായിലും നിന്റെ കൽബിലും അതുണ്ട്. ഞങ്ങൾ കുത്തുബ പറയുന്ന ഈമാൻ്റെ കലിമ അതുതന്നെയാണ്. ഈസ റബ്ബാണെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും അള്ളാഹു ഈസയെ മൗത്താവിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് കൽബിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ ഇഖ്ലാസിലാകും. അങ്ങനെ ഒരാൾ കൽബ് കൊണ്ട് ഈമാൻ ഉറപ്പിക്കുന്നത് മൂലം നീതീകരിക്കപ്പെടുകയും വായിക്കൊണ്ട് ഇഖ്ലാസിനായി ഏറ്റുപറയുകയും ചെയ്യുന്നു. റബ്ബിൽ ഈമാൻ അർപ്പിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ കിതാബുൽ മുഖദ്ദസിൽ പറയുന്നത്. ജൂതനും യുനാനിയും തമ്മിൽ വ്യത്യാസമില്ല. ഒരാൾ തന്നെയാണ് എല്ലാവരുടെയും റബ്ബ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ഉദാരമായി നൽകുവാൻ അവൻ സമ്പന്നനാകുന്നു. റബ്ബിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും ഇഖ്ലാസിലാകും എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഒരാൾ ഈമാൻ അർപ്പിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ ഈമാൻ അർപ്പിക്കും? കുത്തുബ പറയാൻ ആളില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ കുത്തുബ പറയും? ഖൈറായ ഇഞ്ചീലിൻ്റെ കുത്തുബ പറയുന്നവരുടെ പാദങ്ങൾ എത്ര ജമീലത്താണെന്ന് കിതാബുൽ മുഖദ്ദസിൽ പറയുന്നുണ്ടല്ലോ. എന്നാൽ എല്ലാവരും ഇഞ്ചീൽ അനുസരിച്ചില്ല. യാ റബ്ബേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് ഈമാൻ അർപ്പിച്ചവർ ആരാണ് എന്ന് ഇശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ ഈമാൻ ഉണ്ടാകുന്നത് കേൾക്കുന്നത് കൊണ്ടും കേൾക്കുന്നത് അൽ മസീഹിനെ പറ്റിയുള്ള കലിമയിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും കേട്ടിരിക്കുന്നു. അവരുടെ ശബ്ദം ഈ ദുനിയാവ് മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ കാലുകൾ ദുനിയാവിൻ്റെ അതിർത്തി വരെയും എത്തിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇസ്രായേൽ ഇത് മനസ്സിലാക്കിയില്ലേ? മുമ്പേ തന്നെ മൂസ ഇങ്ങനെ പറയുന്നു: ഉമ്മത്തീങ്ങളല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ കിബിറ് ജനിപ്പിക്കും. ബുദ്ധിയില്ലാത്ത ഉമ്മത്തുകളെക്കൊണ്ട് നിങ്ങളെ ഞാൻ കോപിപ്പിക്കും. ഇശയ്യ ശജാഅത്തോടെ പറയുന്നു: എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി ചോദിക്കാത്തവർക്ക് ഞാൻ എന്നെ ലുഹൂറാക്കി. ഇസ്രായേലിനെ കുറിച്ചാകട്ടെ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: അനുസരണയില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ഉമ്മത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ കൈ നീട്ടി.